പൃഥ്വിരാജ് ശരിക്കും ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അതോ ഒരു ബിസിനസ്മാൻ, ഇതിലേതിലാണ് കൂടുതൽ സക്സസ് ആയത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? നമുക്ക് നോക്കാം. പൃഥ്വിരാജിൻ്റെ ആദ്യകാല സിനിമയിലേക്ക് പോവാം. ഇപ്പോഴത്തെ രാജുവേട്ടൻ പണ്ടത്തെ രാജപ്പനായിരുന്ന കാലം. ഒരുപക്ഷെ മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ നെപ്പോക്കിട്ടായ പൃഥ്വിരാജിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നു കാണില്ല. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന പൃഥ്വിരാജ് എന്ന നടൻ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, അങ്ങനെ എല്ലാമായി ആ ബ്രാൻഡിലേക്ക് എത്താൻ വളരെയധികം പ്രയത്നം ചെയ്തിട്ടുണ്ട്. മലയാളികൾക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുന്ന ഒരാളെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഫസ്റ്റ് മൂവി ആണെങ്കിലും ആ ഒരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ചിലപ്പം ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ ഒരാളെ വെച്ചായിരിക്കും. എന്നിട്ട് പറയും അവരുടെ അത്രയും പോരാന്ന്. ആ ഒരു മലയാളികളുടെ ഇടയിലേക്കാണ് വളരെ ചെറിയ ഏജിൽ തന്നെ താൻ ആരായിത്തീരണം, 20 വർഷം കഴിയുമ്പോൾ താൻ എവിടെയായിരിക്കും എന്നുള്ള ക്ലിയർ പിക്ചറോട് കൂടി ഒരാൾ വരുന്നത്. പിന്നെ കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ കൂടെ ആയപ്പം പറയണ്ടല്ലോ, ഇതേതറാ ഈ ജാടത്തണ്ടി, എന്തൊരു അഹങ്കാരവന്, ഒരു പേരും കൂടെ അങ്ങ് ഇട്ടുകൊടുത്തു, രായപ്പൻ. എന്താലേ? എന്നിട്ടിപ്പോൾ എന്തായി? രായപ്പൻ മാറി രാജുവേട്ടനായി. പണ്ട് ജാടാന്ന് പറഞ്ഞവർ ഇപ്പം പറയുന്നത് കോൺഫിഡൻസ് ആയിരുന്നെന്ന്. ഓരോരോ മാറ്റങ്ങളെ. മലയാള സിനിമയ്ക്ക് ഒരുപാട് കിഡിലൻ കോൺട്രിബ്യൂഷനുകൾ നൽകിയ നടനാണ് പൃഥ്വിരാജ്. പ്രത്യേകിച്ച് കുറേ വെറൈറ്റി പടങ്ങൾ. വെറൈറ്റി പടങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളം മൂവി ടെംപ്ലേറ്റുകളിൽ നിന്ന് മാറി ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയ പ്രോജക്റ്റുകളായിരുന്നു പൃഥ്വി ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിടയ്ക്ക് പൃഥ്വിരാജ് ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഒരു ഇൻ്റർനാഷണൽ ടച്ചുള്ള പടങ്ങളായിരുന്നു എല്ലാം. ഈ പടങ്ങളെല്ലാം തന്നെ ആ ഒരു സെയിം ടൈമിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന മലയാള പടങ്ങളെ വെച്ച് ടെക്നിക്കലി ഭയങ്കര മുകളിലായിരുന്നു. 7th ഡേ, മെമ്മറീസ്, പിക്കറ്റ് 43, എസ്ര, നയൻ, രണം, അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. ഈ പടങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. നടൻ എന്ന നിലയ്ക്കാണെങ്കിലും താൻ അഭിനയിക്കുന്ന പടങ്ങളിൽ ആ ഒരു ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നടൻ എന്ന നിലയ്ക്ക് പക്ക മാസ് ക്യാരക്ടേഴ്സ്, വില്ലനിസം, റഫ് ക്യാരക്ടേഴ്സ്, ഇതെല്ലാം പൃഥ്വിയുടെ കയ്യിൽ സേഫാണ്. കോമഡിയും കുറച്ച് സെൻറ്റി രംഗങ്ങളും ഒക്കെ ഓവർ ആക്ട് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഡബിൾ ബാരലൊക്കെ എടുത്ത് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. അഭിനയിക്കാൻ അറിയാതെ നമുക്ക് എന്തു വേണേലും പറയാലോ, അല്ലേ? ബട്ട് ആസ് എ വ്യൂവർ, പൃഥ്വിരാജിൻ്റെ എല്ലാ പടങ്ങളും കണ്ട എന്ന ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ മാത്രം ഒപ്പീനിയനാണിത്. നെക്സ്റ്റ്, പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ. ലൂസിഫർ, ബ്രോഡാഡി, എമ്പുരാൻ. ഇതിൽ ലൂസിഫർ ആണ് എൻ്റെ ഫേവറേറ്റ്. എമ്പുരാൻ എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റായില്ല. ലൂസിഫർ വേഴ്സസ് എമ്പുരാൻ എന്തായാലും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആസ് എ ഡയറക്ടർ പൃഥ്വിരാജ് പൊളിയാണ്. ബട്ട് എമ്പുരാനിൽ എന്തോ കുറച്ച് പാളിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ആസ് എ ബിസിനസ്മാൻ, മലയാളത്തിൽ ഇപ്പോൾ വേണേൽ പൃഥ്വിക്ക് ഒറ്റയ്ക്ക് മറ്റാരുടെയും സഹായം ഇല്ലാണ്ട് ഒരു പടം ചെയ്യാം. സ്വന്തമായി പ്രൊഡക്ഷൻ ഹൗസ്, ഡിസ്ട്രിബ്യൂഷൻ, ഡയറക്ഷൻ, ആക്ടിങ്, അങ്ങനെ എല്ലാം തന്നെ പൃഥ്വിരാജിൻ്റെ അടിയിലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള നടന്മാരിൽ വെച്ച് എല്ലാ ഇൻഡസ്ട്രിയിലും ഇത്രയും കണക്ഷനുള്ള വേറൊരു നടനില്ലെന്ന്. വൺ ഡേ പൃഥ്വിരാജ് ഇന്ത്യയിലെ എല്ലാ വലിയ നടന്മാരെയും നടിമാരെയും വെച്ച് ഒരു വമ്പൻ പടം ചെയ്താൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മേ ബി കണക്ഷനൊക്കെ ഉണ്ടാക്കുന്നതെല്ലാം തന്നെ സംതിങ് ബിഗ് വരാൻ പോകുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ബിഗ് പ്രൊഡക്ഷൻസുമായി കൊളാബറേഷൻ. വലിയ അന്യഭാഷാ ചിത്രങ്ങളെല്ലാം പൃഥ്വിരാജാണ് കേരളത്തിൽ എത്തിക്കുന്നത്. ചില പ്രൊഡക്ഷൻസ് ഒക്കെ എടുത്തു നോക്കിയാൽ എല്ലാ പടങ്ങളും പൃഥ്വിരാജ് തന്നെയാണ് എത്തിക്കുന്നത്. എക്സാമ്പിൾ ഹോംബാലെ ഫിലിംസ് എല്ലാം. അത്രയ്ക്ക് വലിയൊരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവരോടെല്ലാവരോടും. ഇതൊന്നും ഒരു വലിയ ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് തോന്നാറുണ്ട് പൃഥ്വി ആരെയും വെറുപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി പലതും തള്ളാറുണ്ട്. പിന്നെ ഓവർ വിനയം, അങ്ങനെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സ്റ്റാർ ആവാൻ വേണ്ടിയും ചെയ്യുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൃഥ്വിക്ക് എന്തോ ഒരു വലിയ പ്ലാൻ ഉണ്ട്. പൃഥ്വി ഈസ് കുക്കിംഗ് സംതിങ് ബിഗ്. ഒരു ആക്ടർ അല്ലെങ്കിൽ ടെക്നീഷ്യനേക്കാൾ ഉപരി പൃഥ്വി ശരിക്കും ഒരു നല്ല ബിസിനസ്മാനാണ്. തൻ്റെ സാമ്രാജ്യത്തിന് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ പലതും വെട്ടിപ്പിടിച്ച് വലുതാക്കിക്കൊണ്ടിരിക്കുന്ന രാജാവ് പൃഥ്വിരാജ്. മലയാള സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു റീച്ചിന് പ്രധാന കാരണം പൃഥ്വിരാജാണെന്ന് ഞാൻ പറയും. കാരണം പൃഥ്വിരാജ് എടുത്ത പല തീരുമാനങ്ങളും പല കൊളാബറേഷനുകളും എല്ലാം കൊണ്ട് മലയാള സിനിമയുടെ ഒരു റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസ്, ആ ഒരു വ്യൂവർഷിപ്പ് എല്ലാം ഭയങ്കരമായി കൂടിയിട്ടുണ്ട്.
ഇപ്പോൾ പല ഇൻ്റർവ്യൂകൾ എടുത്താലും നമുക്ക് കാണാം, വിനീത് ശ്രീനിവാസനൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, പൃഥ്വിരാജിൻ്റെ ആ ഒരു ലെവലിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം പൃഥ്വിരാജ് തന്നെയാണ് ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയെ. അതിൽ ശരിക്കും പൃഥ്വിരാജിന് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ഈ ചെറിയ ഇൻഡസ്ട്രിയെ പല സ്ഥലങ്ങളിൽ എത്തിക്കാൻ പൃഥ്വിരാജിനെ കൊണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ആകെ അറിയാവുന്നത് ആക്ടിങ് എന്ന നിലയ്ക്ക് മോഹൻലാലിനെയും മമ്മൂട്ടീനെയും മാത്രമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പക്ഷേ ഇതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മലയാള സിനിമ തന്നിലൂടെ അറിയപ്പെടണം എന്നൊരു സാധനം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് മലയാള സിനിമയെ ഭയങ്കരമായിട്ട് പൃഥ്വിരാജ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ശരിക്കും ബാക്കിയുള്ളവർ പറയണം, ആ ഒരു ഫീല് കിട്ടണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ചെയ്ത കാര്യത്തിനുള്ള ക്രെഡിറ്റ് എനിക്ക് കിട്ടണം. അത് ബാക്കിയുള്ളവർ പറയുമ്പോൾ ആ സന്തോഷം, അടിപൊളി. ഞാൻ ഒരിക്കലും ഒരു കുറ്റമായിട്ടല്ല പറയുന്നത്, അത് അടിപൊളിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മലയാളികളുടെ ആ ഒരു സ്വഭാവം, അത് വന്നുകൊണ്ടായിരിക്കാം എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം പൃഥ്വിരാജ് പല സ്ഥലങ്ങളിലും പറയുന്നത് കേട്ടിട്ടും താനാണ് മലയാള സിനിമയെ കേരളത്തിലെ സിനിമകളെ എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. എന്താണ് പൃഥ്വിരാജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നിങ്ങൾ ഭയത്തോടു കൂടിയല്ല കാണുന്നത്.